ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ചെമ്പനീർ പൂവില് സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും നവീനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു ചതിയിലാണ്, ഒരു വലിയൊരു കെണിയിലാണ് ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സച്ചി പറയുവാണ്, നീ എന്തായാലും ദേവുവിനെ ഇവിടുന്ന് പറഞ്ഞയക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ശ്രുതി വന്നില്ല എന്നുണ്ടെങ്കിൽ ദേവുവിനെ പിടിച്ച് സുധിയെ കെട്ടിക്കും, പിന്നെ ദേവുവിന്റെ ജീവിതം നശിച്ചു പോകും. എന്തായാലും ശ്രുതി വരുമ്പോൾ നീ എന്നെ വിളിക്കുക, ഞാനിപ്പോൾ എനിക്ക് ഓട്ടോ ഉണ്ട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് സച്ചു പോകുന്നുണ്ട്. എന്തായാലും അവര് ശ്രുതിയെ കാത്ത് എല്ലാവരും ഇരിക്കുവാണ്. ഈ ഒരു സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി വരുവാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നവീനെ പേടിച്ചിട്ട് വരാതിരിക്കുവാണ്. പക്ഷെ അവിടെ മീര ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിനക്കായിരിക്കും പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് അമ്പലത്തിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് നേരെ അവർ അമ്പലത്തിലെത്തി. അങ്ങനെ ചന്ദ്രമതിയെ കണ്ടു. ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ശ്രുതിയെ അകത്ത് കൊണ്ടിരുത്തുവാണ്. എന്നിട്ട് ആ ഒരു വിവാഹത്തിനുള്ള ഒരുക്കങ്ങളാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ശ്രുതിയെ ഒരുങ്ങാനായിട്ടും പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ദേവവും പറയുവാണ്, അവരുടെ വിവാഹം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം ശ്രുതിക്ക് മനസ്സിലാവണം എത്രത്തോളം ആ ഒരു വിവാഹം, ഒരാളുടെ വിവാഹം മുടങ്ങുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാകുമെന്ന്. അന്ന് എന്റെ ചേച്ചി വേദനിച്ചതുപോലെ ശ്രുതിക്കും വേദന ഉണ്ടാകണം എന്നൊക്കെയാണ് നമ്മുടെ ദേവുവിന്റെ ആഗ്രഹം. അങ്ങനെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു നവീൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് പിന്നെയും പ്രശ്നങ്ങൾ വരത്തേ ഉള്ളൂ. എന്നാൽ അവിടെ മീര പറയുന്നുണ്ട്, അവൻ വരത്തില്ല, നീ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, നീ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നവീൻ വിളിക്കുന്നത്. നവീൻ വിളിച്ചതിന് ശേഷം ശ്രുതിയോട് പറയുവാണ്, ഞാൻ എന്തായാലും അമ്പലത്തിലോട്ട് എത്തും, കൃത്യസമയത്ത് തന്നെ എത്തും, പിന്നെ എനിക്ക് കുറ്റബോധമൊന്നുമില്ല, അങ്ങനെ കുറ്റബോധം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അമ്പലത്തിലുള്ള ഇന്ന് അമ്പലത്തിൽ ഞാൻ ഒരു അന്നദാനം നടത്തുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തായാലും നിന്റെ ജീവിതം ഞാൻ മുടക്കിയിരിക്കും എന്നൊരു വെല്ലുവിളിച്ചുകൊണ്ടാണ് നവീൻ നിൽക്കുന്നത്. അങ്ങനെ ഇതിന്റെ ഇടയിൽ ശ്രുതിയുടെ മനസ്സിൽ ഇത് കയറിപ്പറ്റാൻ വേണ്ടിയിട്ടും അവിടെ ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി വന്ന് എല്ലാവരും അകത്തോട്ട് കയറ്റുന്ന സമയത്ത് അച്ചമ്മയൊക്കെ വരുവാണ്. അപ്പൊ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര നാൾ ഈ ഒരു കള്ളം മൂടി വെക്കാനായിട്ട് പറ്റും, നിനക്ക് എത്ര നാൾ ഇത് കള്ളം മറച്ചു വെക്കാനായിട്ട് പറ്റും, ഒരു നാൾ ഈ ഒരു കള്ളം പുറത്ത് വരാൻ ചെയ്യും. അപ്പൊ ശ്രുതി വിചാരിച്ചത് ആ ഒരു വിവാഹത്തെ പറ്റി, ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള സത്യങ്ങാനും അച്ഛൻ അറിഞ്ഞു കാണോ, അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്നാണ് ശ്രുതി ആദ്യം വിചാരിച്ചത്. പക്ഷേ തന്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിലാണെന്നും അതുകൊണ്ട് സിംഗപ്പൂരിലാണെന്നും അതുകൊണ്ട് അച്ഛനിൽ നിന്നും ഒളിച്ചു വെച്ചാണ് ഞാൻ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാറില്ല, അപ്പൊ അച്ഛന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, അപ്പോൾ വിവാഹത്തെ പറ്റി അച്ഛനെ അറിയിക്കേണ്ട എന്നുള്ള കാര്യമാണ് അച്ഛമ്മ ഉദ്ദേശിച്ചത്. എന്തായാലും അച്ഛൻ എന്നെ ഉടനെ തന്നെ അറിയിക്കും, കല്യാണം കഴിഞ്ഞതിന് ശേഷം അറിയിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ശ്രുതി തടി തപ്പാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ശ്രുതി വിവാഹം കഴിഞ്ഞ് സുധിയുടെ വധുവായിട്ട്, ഭാര്യയായിട്ട് അവിടെ തന്റെ ചന്ദ്രമതിയുടെ മരുമകളായിട്ട് കയറി വന്നതിന് ശേഷം ശ്രുതിയുടെ അച്ഛന്റെ കയ്യിലുള്ള സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ ശ്രുതിയുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ടും ചന്ദ്രമതി കുറച്ച് നാടകങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അവസാനം ശ്രുതിയും കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. ഇതിന്റെ ഇടയിൽ ശ്രുതിയുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങളെങ്ങാനും പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സംഭവം തന്നെ, വലിയൊരു പ്രശ്നത്തിലോട്ട് തന്നെ ചെന്നെത്തും. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീര പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വരത്തില്ല, നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും നവീൻ വിളിക്കുകയും എന്നിട്ട് ഞാൻ ഉടനെ തന്നെ എത്തുമെന്നും നിന്റെ വിവാഹം മുടക്കുമെന്നൊരു ഭീഷണിയും മുഴക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ വിവരം സുധിയെ വിളിച്ച് അറിയിക്കാൻ വേണ്ടി പോവാണ്. സുധിയോട് എന്തായാലും ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്, കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് മീര പറയുന്നത്, നീ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത്, നീ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ ഒന്നും വിടാൻ പോകുന്നില്ല, അവർ നേരെ ഈ പ്രശ്നം വലുതാക്കും, പിന്നെ നിന്നെ ജയിലിൽ വേണമെങ്കിലും കൊണ്ടിടാം, കേസ് കൊടുക്കാം. അത് മാത്രമല്ല ചന്ദ്രമതി വിചാരിക്കുന്നത് നിന്റെ അച്ഛന് ഒരുപാട് കാശുണ്ട്, അപ്പൊ ആ ഒരു കാശ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടാണ് നിന്റെയും സുധിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പക്ഷെ നീ നിനക്ക് അത്രത്തോളം സ്വത്തുക്കളൊന്നും ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആ ഒരു ബ്യൂട്ടി പാർലർ എല്ലാം അവർ കൈക്കലാക്കും, നീ അത്രത്തോളം പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ അവസാനം നിനക്കായിരിക്കും പ്രശ്നങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് നീ ഇപ്പോഴൊന്നും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് മീരയും ശ്രമിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ, അതോ വിവാഹത്തിന് തൊട്ടു മുമ്പ് എന്തെങ്കിലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.